الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വയിലൂടെ മുന്നോട്ടു പോകുവാൻ പരിശ്രമിക്കണം. അതിലുപരി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തത്തോടുള്ള ബാധ്യത മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ്. അതിനുള്ള അപാരമായ തൗഫീക്ക് നൽകുന്ന മഹാഭാഗ്യവന്മാര് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് ഒരു ആഴ്ചയിൽ നിശ്ചയിച്ചിട്ടുള്ളത് 7 ദിവസങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ 7 ദിവസങ്ങളിലെ ഏറ്റവും ഉത്തമമായ ദിവസമാണ് വെള്ളി എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിനെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് പ്രത്യേകതകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറു യൗമിൻ തുലഅത് ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങൾ വെച്ച് ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും ഉത്തമമായ ദിവസം യൗമുൽ ജുമുഅ. അങ്ങനെ ആ ഒരു ദിവസത്തെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഫീഹി ഖുലിക ആദം, നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടുള്ളത് അന്നാണ്. ആ ദിവസത്തിലാണ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ ദിവസത്തിൽ തന്നെയാണ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അതേപോലെ തന്നെ വലാ തഖൂമുസ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ലോകാവസാനം സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസവും വെള്ളി എന്നാണ്. ഈ വെള്ളിയാഴ്ച ദിവസം വരുമ്പോ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും പേടിയാണെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമാ മിൻ ദാബത്തിൻ, ഒരു ജീവിയുമില്ല എങ്ങനെയായിക്കൊണ്ടല്ലാതെ ഇല്ലാ വഹിയ മുസീഖത്തും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ അവർക്ക് വല്ലാത്ത ഭയമാണെന്നാണ്. മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലു അശ്ശംസു ശഫഖ, മഗ്രിബിന് സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും അവർക്ക് വല്ലാത്ത പേടിയാണ്. എന്തേ കാരണം? മിനസ്സാഅ,
അവർ അന്ന് അന്ത്യദിനം സംഭവിക്കുമോ എന്ന് അവർക്ക് പേടിയുണ്ടെന്ന്. ഇല്ലൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യർക്കും ജിന്നിനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വെള്ളിയാഴ്ചയാകുമ്പോൾ വല്ലാത്ത പേടിയിലാണ് ഇന്ന് അന്ത്യദിനം സംഭവിക്കുമോ എന്നാണ്. ഈ ഓർമ്മപ്പെടുത്തലുകളൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സുബഹിക്ക് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സൂറത്തു സജദയും ഇൻസാനും ഓതാൻ വേണ്ടി പറഞ്ഞതിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് സുന്നത്താക്കി എന്നതാണ്. സഹോദരങ്ങളെ, നമുക്ക് മുമ്പ് പല ആളുകളും ജീവിച്ചുപോയി. നമ്മൾ അവസാനത്തെ ഉമ്മത്തല്ലേ, നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്. പക്ഷേ മറ്റൊരു ഉമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നിശ്ചയിച്ചില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ചു കൂടുവാനുള്ള ദിനങ്ങൾ കൊടുത്തപ്പോൾ മറ്റ് ആളുകളുടെ മുമ്പിൽ വെള്ളി എന്നൊരു അവസരം കിട്ടിയിട്ടും ഫഖ്തലഫൂ ഫീഹി എന്നാണ്. അവർ അതിൽ ഭിന്നാഭിപ്രായത്തിലായി. അവർക്ക് അതിനുള്ള തൗഫീഖ് കിട്ടിയില്ല. പിന്നെ ആർക്കാ കിട്ടിയത്? നമ്മൾ അവസാനം വന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹദാനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാണ് ആ വെള്ളിയാഴ്ച തന്ന് അനുഗ്രഹിച്ചത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ പെരുന്നാളിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എത്ര മഹത്വമുണ്ട് അല്ലെ? പെരുന്നാൾ ദിവസത്തിനെ കുറിച്ച് എത്രത്തോളം ഇഷ്ടമാണ് നമുക്ക്. അള്ളാന്റെ റസൂലിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ വഅലമു ഇൻദല്ലാഹി അസ്സ വജല്ല മിൻ യൗമിൽ ഫിത്രി വ യൗമിൽ അൽഹ, ചെറിയ പെരുന്നാളിനേക്കാൾ ബലിപെരുന്നാളിനേക്കാൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും സ്ഥാനമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ആഴ്ചയിലെ പെരുന്നാളാണ്, ആഴ്ചയിലെ പെരുന്നാൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊരു ദിവസത്തിനുമില്ലാത്ത പ്രത്യേകതയും അതിനൊന്നുമില്ലാത്ത ഒരു കണിഷ്ഠതയും പ്രാധാന്യവും നമ്മൾ ഈ ദിവസത്തിന് കൊടുക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും ഐച്ഛികവുമായി നാം ഈ ദിവസത്തിൽ വെള്ളിയാഴ്ച സുബഹി മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ചത്തെ ഖുതുബ തന്നെയാണ്. അള്ളയാണ് വിളിച്ചത് നമ്മളെ. ഇങ്ങോട്ടൊക്കെ ഇപ്പൊ വിളിച്ചത് ആരാന്നറിയോ? അള്ളാഹു ആണ്. ആലോചിക്കുങ്ങള്, വേറെ ഏതെങ്കിലും നമ്മളെ പ്രോഗ്രാം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറിയിപ്പും കാര്യങ്ങളും വരും. നാളെ പിന്നെ വെള്ളിയാഴ്ചയാണ്, വിശ്വാസികളെ നിങ്ങൾ വരണമെന്ന് ആരെങ്കിലും നമുക്കൊരു നോട്ടീസ് അയച്ചോ? ആരെങ്കിലും നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം അയച്ചോ? 12:40 ഖുതുബ തുടങ്ങും, നിങ്ങൾ എല്ലാവരും വരും നമ്മൾ പറഞ്ഞോ? ഇല്ല. അതെന്താ അറിയോ? അത് അള്ളാഹു വിളിച്ചു കാലങ്ങൾക്ക് മുൻപ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, വിശ്വാസികളെ, മരണവും മരണാനന്തര ജീവിതമൊക്കെ ഉണ്ട് എന്ന് മനസ്സിന്റെ ഉള്ളിൽ കയറ്റിവെച്ച പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അതിനുവേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. വരണം എന്നല്ല പറഞ്ഞു, ധൃതിയിൽ വരണം. ഫസ്ഔ, സഅയ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? സഅയ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? പരിശ്രമിക്കണം എന്നാണ്, നന്നായി പരിശ്രമിക്കണം എന്നാണ്. ആ ഖുതുബ മിസ്സാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹ് പറയാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഖുതുബ നിർബന്ധമാക്കിയത്? ഇന്നത്തെ നമ്മുടെ ഖുതുബയിൽ നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്. നിർബന്ധമായി നമ്മൾ കേൾക്കേണ്ട സംഗതിയാണ് ഇന്നത്തെ ഖുതുബ. ഇപ്പൊ ലോഹറിസ്കാരം നമുക്ക് നിർബന്ധമല്ലേ? അസർ നമുക്ക് നിർബന്ധമല്ലേ? എന്നതുപോലെ വെള്ളിയുണ്ടോ നമുക്ക്? മിമ്പറമം ഇമാം എത്തുന്നതിന് മുൻപ് എത്തി ആദ്യന്ത്യം വരെ ഖുതുബ കേൾക്കുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ്. നിർബന്ധമായ കാര്യമാണ്. എന്തിനാ പറഞ്ഞത്? ഖുതുബ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് ഉപദേശങ്ങളാണ്, മാറ്റങ്ങൾ. അത് ഉപദേശത്തിലൂടെയാണ് സാധിക്കുക. അല്ലാഹ് പറയാണ് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയേ, നീ ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. ആളുകളുടെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അവർക്ക് നീ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ അത് വിശ്വാസികൾ ഉപകാരപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കുള്ള വഴികൾ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ്. അത് ഇൽമുണ്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആരെങ്കിലും അറിവന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിലേക്ക് പുറപ്പെട്ടാൽ അവൻ സ്വർഗ വഴിയിലാണെന്ന് പറഞ്ഞു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖനിൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിലേക്ക് വന്നാൽ അത് മുഖേന റഹ്മാനായ റബ്ബ മനുഷ്യർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് അവിടുത്തെ ഖുതുബകളിലൂടെയായിരുന്നു. ഏത് സമൂഹത്തെ?
ഏത് സമൂഹത്തെ എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകളുടെ പ്രത്യേകത എന്തായിരുന്നു സുഹൃത്തുക്കളെ? എത്ര മോശമായ സമൂഹം, വിശ്വാസപരമായി കൊണ്ടും അനുഷ്ഠാനപരമായും ആചാരപരമായും സ്വഭാവരംഗത്തുമൊക്കെ താഴെ തട്ടിൽ പോയൊരു ടീമിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതും ഖൈറ ഉമ്മ, ദുനിയാവിൽ ഏറ്റവും ടോപ്പായ ആളുകളാക്കിക്കൊണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മിമ്പറുകളുടെ സ്വാധീനമാണ്. അവിടുന്ന് അങ്ങോട്ട് വന്ന നമ്മുടെ സ്വഹാബാക്കളും എല്ലാം മിമ്പറുകളെ ശരിക്ക് ചലിപ്പിച്ചപ്പോ അൽഹംദുലില്ലാ മാറ്റങ്ങൾ ഉണ്ടായി. കേരളക്കരയിലൊക്കെ ആളുകൾക്ക് തൗഹീദ് കിട്ടിയതിൽ സഹോദരങ്ങളെ ചുക്കാൻ പിടിച്ചത് വെള്ളിയാഴ്ചകളിലെ മിമ്പറുകളായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ചില ആളുകൾക്കൊക്കെ അവിചാരിതമായിക്കൊണ്ട് നിർബന്ധമല്ല എന്ന് കരുതിയിട്ട് വന്ന് പെട്ടതായിരിക്കാം. പക്ഷെ ഒരു ഖുത്ബയായിരിക്കാം, ഒരു ഖുത്ബയിൽ 5 മിനിറ്റ് നേരത്തെ ഉപദേശമായിരിക്കാം, ഒരു ഹദീസായിരിക്കാം, ഒരു ആയത്തായിരിക്കാം അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവുക. പടച്ച റബ്ബേ, ഇത്രയും കാര്യങ്ങളായിട്ട് ഞങ്ങളിതൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന വേദന അനുഭവിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം. സഹോദരങ്ങൾ, അത് റബ്ബ് വെച്ച ഖുത്ബയിൽ ഉണ്ട് എന്നുള്ളതിനാണ്. കാരണം ഇവിടെ ഓതുന്നത് ഒരു മനുഷ്യനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കടവും ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ വാക്കെന്ന് പറയുന്നത് അള്ളാഹുലേക്കുള്ള ക്ഷണമാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ച്, പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിച്ച്, അതേപോലെ തന്നെ മുൻഗാമികളുടെ ഉദ്ധരണികൾ പറഞ്ഞു വെച്ച് ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന സുഹൃത്തേ, ഇത് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കത് കേട്ടേ പറ്റൂന്നാണ്. കാരണം നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിനറിയാം ഇതിലേക്ക് കുറച്ച് സമയമാകുമ്പോഴേക്കും ഈമാനികപരമായി കൊണ്ടുള്ള ഒരു ഇഞ്ചക്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മനസ്സ് അത് ചത്തുപോകുന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അതില്ലാതിരിക്കാനാണ് ആഴ്ചയിലൊരു ദിവസം നമ്മളവിടെ ഇങ്ങനെ പിന്നെ ഒരുമിച്ച് കൂട്ടുന്നത്. നിങ്ങൾ വെറുതെ ആലോചിക്കുകയും ഇന്ന് ഏത് തെറ്റുകളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും, ഏത് കുറ്റകൃത്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം അവിടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിന്റെ റീസൺ എന്താന്നുള്ളത്? അതിന്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ? എല്ലാ ആഴ്ചയിലും നിർബന്ധമായിക്കൊണ്ടും അള്ളാഹുവിനെ പറ്റിയിട്ട് പരലോകത്തെക്കുറിച്ച് കേൾക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒന്നാണ് ഈ ഖുതുബ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അതിലേക്ക് നേരത്തെ എത്തുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുണ്ട്. മിമ്പറിന്റെ അടിയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഹർഫ് പോലും ഒരു അക്ഷരം പോലും തിരിയാതെ എണീറ്റ് പോകുന്നുണ്ട്. ആ ഒരു പുരുഷായുസ് മുഴുവനും ഖുതുബ കേട്ടു, പക്ഷെ ഒന്നും തിരിഞ്ഞില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ചില വാചകങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടുപോയതിനപ്പുറത്ത് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നില്ല സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സഹോദരിമാർ പല അപകടങ്ങളിലും പോയി ചാടുന്നത്? മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ചില ആളുകൾ പള്ളി നിഷേധിച്ചു, അത് ഹറാമാണെന്ന് പറഞ്ഞു. ജുമുഅയിൽ നിന്ന് അവരെ തടഞ്ഞു വെച്ചു, ഖുതുബയിൽ നിന്നും അവരെ തടഞ്ഞു വെച്ചു. അവർക്ക് കേൾക്കുവാനുള്ള ഭാഗ്യത്തെ തടഞ്ഞു വെച്ചപ്പോൾ ഒന്നിനു പിറകെ ഒന്നൊന്നായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ കേട്ടു. മറ്റുള്ളവർക്ക് പോലും ഉത്തമമായ മാതൃക കാണിച്ചു കൊടുക്കേണ്ട മുസ്ലിം കുടുംബത്തിന്റെ ഉള്ളകങ്ങളിൽ നിന്നും സഹോദര നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അറപ്പുളവാക്കുന്നതാണ്, വെറുപ്പുളവാക്കുന്നതാണ്, ഭയമുളവാക്കുന്നതാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? മിമ്പറിൽ നിന്നും കിട്ടേണ്ടത് കിട്ടാതിരുന്നപ്പോൾ സംഭവിച്ചു. എന്നാൽ അത് നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നവർക്കോ എന്ത് പറയുമ്പോഴും, എന്ത് കാണുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും ഉള്ളിലൊരു പിടുത്തുണ്ടാവും, ഉള്ളിലൊരു ബേജാറുണ്ടാവും. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ട കാര്യമാണ്. മനസാക്ഷിനെ നൊമ്പരപ്പെടുത്തിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, തെറ്റിൽ നിന്നും നമ്മളെ തിരികെ വിളിക്കുന്നത് നമ്മുടെ ഖുതുബകളാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. ഈ ഖുതുബ കേൾക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു തൗഫീഖാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി നേരത്തെ എത്താൻ ശ്രമിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 5 സമയങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നിശ്ചയിച്ചത്. 5 സമയങ്ങൾ. അതിൽ ഒന്നാമത്തെ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തെടുത്ത് കൂലുണ്ടെന്ന് കേട്ടു. നിങ്ങളൊക്കെ കേട്ട ഹദീസായിരിക്കും. പിന്നെ പറഞ്ഞു മറ്റൊരു സമയമുണ്ട്, ഹദീസിന് വായിച്ച സമയങ്ങളെന്നില്ല. പിന്നെന്താ, ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു മാടിനൊക്കെ അറുത്തു കൊടുത്ത് കൂലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ആടിനെ അറുത്തു കൊടുത്ത് കൂലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കോഴിയെ അവസാനത്തിലെത്തുമ്പോൾ ഒരു കോഴിമുട്ടയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ദാനം ചെയ്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞു. 5 സമയമായിക്കൊണ്ട് നിശ്ചയിച്ചു. ഈ 5 സമയത്ത് നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്? 5 ആളുകൾക്കല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കില്ല. ആദ്യം വരുന്ന ഒരാൾക്ക് അങ്ങനെ അല്ല, 5 സമയമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, സൂര്യോദയത്തിന് ശേഷം ഇമാം മിമ്പർമേൽ കയറുന്ന ആ സമയത്തെ മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം നമ്മൾ പിന്നെ കൂട്ടിയിട്ട് അതിനെ 5 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആ സമയം കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്.
ഇന്ന് 6:18 മുതൽ 12:40 വരെയാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള സമയം. അതിന് നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണ് എങ്കിൽ എത്ര മണിക്കൂറാണ് കിട്ടുക? അവിടെ മുതൽ നേരത്തെ പള്ളികളിൽ എത്തുന്ന ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സംഗതികൾക്ക്, ഒരു 1-2 ആളുകൾക്കുള്ളതല്ല. ശരി, ഏതായിരുന്നാലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയെല്ലാം നമ്മളെ പഠിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ജുമുഅ കിട്ടി എന്ന് ഒരു 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 സംഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എപ്പോഴാണെന്ന് അറിയൂ സുഹൃത്തുക്കളെ? ഏറ്റവും വലുതല്ല, ഏറ്റവും വലുതിന്റെ കേസ് ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7:45 വരണം. നമ്മൾ ഒട്ടകത്ത് അർത്ഥം കൊടുത്ത് കൂലി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 7:45 ഏകദേശം ഇപ്പത്തെ സമയത്തിന് വരണം. ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് ഇമാം മിമ്പർമ കയറുന്നതിന് മുൻപ് എല്ലാവരും ഹാജരാകണമെന്നാണ്. കാരണം എന്താ അറിയോ നിങ്ങള്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ നമ്മുടെ കണ്ണിൽ കാണുന്ന കുറെ മനുഷ്യന്മാർ മാത്രമാണ്. നീ പള്ളിയിൽ ഇപ്പോൾ ഉള്ളത് മനുഷ്യന്മാർ മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ് മലക്കുകൾ ഉണ്ടെന്നാണ്. വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദ്, പള്ളിക്ക് എത്ര ജനങ്ങൾ വരുന്ന എത്ര വാതിലുകളുണ്ടോ ആ വാതിലുകളിലൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്നാണ്. അങ്ങനെ ആദ്യം വരുന്ന ആളുകളുടെ പേരുകൾ അവർ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. മിമ്പർമ കയറി കഴിഞ്ഞാലോ പിന്നെ എഴുത്തില്ല. പിന്നെ എന്താണോ ഇമാം പറയണത് അത് അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നതാണ്. പിന്നെ രേഖ പൂട്ടിയെന്നാണ്. പിന്നെ അതിലൂടെ പോകുന്ന ആളുകളുടെ പേര് ആ ലിസ്റ്റിലില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അവരുടെ രേഖകളിൽ നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുടെ പേരുകൾ വന്നിട്ടുണ്ടാവും? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം സുഹൃത്തുക്കളെ. റഹ്മാനായ റബ്ബ് നമുക്ക് ഈ ഒരു അനുഗ്രഹത്തെ നിശ്ചയിച്ച് തന്നിട്ട് അതിനെ ആ നിലക്ക് സീരിയസോടുകൂടെ നമ്മൾക്ക് എത്ര കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ലോണം ആലോചിക്കണം. കുറ്റപ്പെടുത്തല്ല, നമ്മൾ ഇനി വരുന്ന കാലങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജുമുഅ എന്ന് പറഞ്ഞാൽ കേവലം ഖുത്ബക്ക് മാത്രമുള്ളതല്ല, ഒരുപാട് നന്മകളാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഉണ്ട് നമ്മൾ പഠിപ്പിച്ചത്. ഒന്നെന്താ അറിയുന്നത്? ഒന്ന്, ഒരു വർഷത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലി കിട്ടുന്നതാണ്. നല്ലോണം ആലോചിച്ചോളും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജുമുഅക്ക് വന്ന എല്ലാവർക്കും കിട്ടൂല. ജുമുഅക്ക് വന്ന എല്ലാ ആളുകൾക്കും കിട്ടൂല. അതിന് ചില ക്രൈറ്റീരിയകൾ, ചില നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്നറിയോ? മൻഗസ്സല, തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കുക. മാലിന്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്നും മാറ്റി നന്നായി കൊണ്ട് കഴുകി വൃത്തിയാക്കി കുളിച്ചു യൗമൽ ജുമുഅ. ആ കുളിയുടെ രൂപം പറഞ്ഞു, ജനാപത്തുകാരൻ കുളിക്കണ പോലെ കുളിക്കണം എന്നാണ്. നോർമലുള്ള കുളിയല്ല. ജനാപത്തുകാരൻ, വലിയ ശുദ്ധിക്കാരൻ കുളിക്കുന്ന കുളി പോലെ എന്താക്കണം? നാം ആണാകട്ടെ പെണ്ണാകട്ടെ വരുന്നുണ്ടെങ്കിൽ കുളിക്കണം. എന്നിട്ടോ വളരെ നേരത്തെ, സാധ്യമാകുന്നത്ര നേരത്തെ എത്തണമെന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ എത്തി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇമാം മിമ്പർമ കയറിന്റെ മുമ്പ് എത്ര എന്നാണ്. എന്നിട്ടോ ഫദന, പരമാവധി അടുത്തിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സൊഫിൽ സ്ഥലമുണ്ടെങ്കിൽ ഒന്നാമത്തെ സൊഫ് പൂർത്തിയാക്കിയിട്ട് മതി 2 എന്നാണ്. പരമാവധി ചേർന്നിരിക്കണം. വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു തൂണോ ഏതെങ്കിലും ഒരു ഏരിയകളോ മറ്റൊരു പ്രയാസമില്ലാത്ത ആളുകൾ സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യരുത്. പരമാവധി അടുത്തിരിക്കാൻ കഴിയണം. എന്നിട്ടോ വസ്തമഅ, ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ വന്ന് ഉറങ്ങിയ കിട്ടൂല. നല്ലോണം നമ്മൾ ആലോചിക്കേണ്ട കേസാണ്. ഉറങ്ങിപ്പോകും സ്വാഭാവികമായിട്ടും, രോഗം കൊണ്ടോ മറ്റൊക്കെ ചിലപ്പോൾ അങ്ങനെ ആകും. പക്ഷെ ബോധപൂർവം അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അത് എപ്പോഴുണ്ടാകുക നിങ്ങള് ആരെങ്കിലൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ആ തൗഫീഖ് നഷ്ടപ്പെടും. അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി ഒരു 20 മിനിറ്റ് അല്ലേ, ഒരു 25 മിനിറ്റ് അല്ലേ, നമ്മളൊന്ന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ തൗഫീഖിന് വേണ്ടി ചോദിച്ചു കിട്ടാത്ത കേസൊന്നും നല്ലത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ്. വലം യൽഗു, അവൻ ഒരു ലഘവിലും ഏർപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രദ്ധയെ തിരിക്കുന്ന ഒന്നിലേക്കും അവൻ ഏർപ്പെട്ടില്ല എന്ന്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തെ പോലെ കാർപ്പറ്റും ടൈൽസൊന്നും ഇല്ലല്ലോ, ഒരാ മണ്ണിൽ ഇങ്ങനെ കുത്തുബ കേൾക്കുന്നിടയിൽ ഇങ്ങനെ വരച്ചിങ്ങനെ കളിച്ച് പറഞ്ഞു, അതുപോലെ ലഘവാണെന്നാണ്, അതുപോലെ ഉപേക്ഷിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ കയ്യും കാലൊക്കെ ഒതുക്കി വെച്ച് ഇത് ശ്രദ്ധിച്ചിരിക്കുന്ന രൂപം നമുക്ക് ഉണ്ടാകണം. എന്നിട്ടോ അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതേപോലെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, വലം യർകബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി വാഹനത്തിലാകാതെ നടന്നു വരിക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ, അപ്പൊ നമ്മൾ വാഹനം പാർക്കിങ്ങിലിട്ട് നടന്നു വരുന്നൊരു കാലുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കുളി മുതൽ ഇങ്ങിട്ട് ആ ശ്രദ്ധ വരെയുള്ള ഓരോ കടമ്പകൾ നമ്മൾ കടന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ അമലു സനതി അജ്രി ഖിയാമിഹാ വസിയാമിഹാ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വെച്ച ഒരു കാലടിക്ക്
ഈ ചെറിയ പാർക്കിംഗ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എത്ര കാലടി വെച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു കാലടിക്ക് 1 വർഷത്തെ നോമ്പിന്റെ കൂലി തീർന്നോ? 1 വർഷത്തെ ഖിയാമുൽ ലൈലിന്റെ കൂലി, രാത്രി നിസ്കാരത്തിന്റെ കൂലി ഒറ്റ കാലടിക്ക്. അങ്ങനത്തെ 10 കാല് വെക്കുമ്പോൾ 10 വർഷത്തെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും കൂലി കിട്ടുകയാണ്. ഇത് വെള്ളിയാഴ്ചയിലെ സുഹൃത്തുക്കളെ കിട്ടുള്ളൂ. അതാ പറഞ്ഞത്, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വല്ലാത്ത അനുഗ്രഹമാണ്. ആയുസ്സിനൊക്കെ ശരിക്കണ്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചാൽ നന്മയുടെ തുലാസിലേക്ക് കനം തൂങ്ങുന്ന അമലുകൾ ചേർത്തു വെക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദര, നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആഴ്ചയിലെ ഒരു ദിവസം. അതേതാ? വെള്ളി എന്നുള്ളത്. ആലോചിക്കുങ്ങള്. അപ്പൊ കുറച്ചൊക്കെ ദൂരത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ അർത്ഥത്തിൽ വുളുവൊക്കെ നേരത്തെ എടുത്ത് അവിടെ ഈ രൂപത്തിൽ വരികയാണെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിയ്യത്തോടുകൂടെ ചെയ്യാണെന്നതൊക്കെ കിട്ടും. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട് എന്നാണ്. ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട്. ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഷൈഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിച്ചോ അതല്ലാതെയൊക്കെ അവൻ പിന്നെ റബ്ബിനോട് ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല അഅതഹു ഇയ്യാഹു, ആ മനുഷ്യനക്ക് അത് കൊടുക്കാതിരിക്കൂല എന്നാണ്. പണ്ഡിതന്മാർ ഏതൊക്കെ സമയമാണ് അത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറിന് ശേഷം മഗ്രിബ് വരെ എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തും. മറ്റൊന്ന് പറഞ്ഞു 10 ദിവസത്തേക്കുള്ള പാപമോചനം എന്ന് പറഞ്ഞു. 10 ദിവസത്തേക്കുള്ള പാപമോചനം. ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റ വഫദ്ലു 3 അയ്യാം. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു ജുമുഅയെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവനിക്ക് ആ 2 ജുമുഅകൾക്കിടയിൽ അറിയാതെ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്കുള്ള പരിഹാരവുമാണ്. പ്ലസ് ബോണസ് ആയിട്ട് 3 ദിവസത്തെ കൂടി അഡീഷണൽ ആയിട്ട് തരുന്നതാണ്. അപ്പൊ ഒരു ജുമ കൊണ്ട് 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പിന്നെ പറഞ്ഞു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തോളിന്നാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. 2 ജുമുഅകൾക്കിടയിലും അവനിക്കൊരു പ്രകാശം പടച്ചറബ് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ പ്രകാശമാണ്. നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ, ഇല്ലേ? ഒരു തെളിമ, ഒരു ഹിദായത്തിന്റെ മാർഗം എനിക്ക് തുറന്നു കൊടുക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ആകെ കുറച്ച് സമയമുള്ളൂ. 20-25 മിനിറ്റ് നമുക്ക് മാറ്റിച്ച തീർക്കാവുന്നതേ ഉള്ളൂ. പണ്ഡിതന്മാര് പറഞ്ഞു ഏറ്റവും അഫ്ളലായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വെള്ളിയാഴ്ച സുബൈക്ക് ശേഷം തുടങ്ങുന്നതാണെങ്കിലും ഇനി അതിന് കഴിയാത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മഗ്രിബിന് മുമ്പ് അഥവാ വ്യാഴാഴ്ചത്തെ മഗ്രിബ് മുതൽ ഇങ്ങോട്ട് വെള്ളി മഗ്രിബ് വരെ സമയമുണ്ടെന്നാണ്. ഇതിനിടയിൽ ഓതി തീർത്താൽ മതി. പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളയാൻ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് എന്നോടൊന്ന് പോലെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അക്സിറു അലയ്യ മിനസ് സ്വലാത്ത് ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ എന്നാണ് ഏറ്റവും ചുരുങ്ങിയത്. അല്ലാഹു സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് എന്നെങ്കിലും പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഏറ്റവും മുന്തിയത് ഇബ്രാഹിമിയ സ്വലാത്ത് ആണ്. അപ്പോ എത്രത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, ഒരു തവണ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മലക്കുകളും അള്ളാഹും അവൻക്ക് വേണ്ടി 10 തവണ സ്വലാത്ത് നടത്തുന്നതാണ്. എന്താ മലക്കിന്റെ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പാപമോചനം ചോദിക്കലാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് പറഞ്ഞാൽ എന്താ? മലക്കുകളുള്ള സദസ്സിൽ വെച്ച് നമ്മുടെ നാമം 10 തവണ പറയുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദിവസങ്ങൾ അത്തരം നന്മകൾക്കൊക്കെ വേണ്ടി പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തി ഈ ഒരു ദിവസത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താൻ. സുഹൃത്തുക്കളെ, ഈ ജുമുഅ ദിവസത്തില് വൈകുന്നവരുണ്ടാവും. മനഃപൂർവ്വം വൈകുക എന്നുള്ളത് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു, ലാ യസാലു അഖ്വാമുൻ യതഅഖറൂൻ. ചില ആളുകളൊക്കെ ഇങ്ങനെ വൈകിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവരെല്ലാ ആഴ്ച ഇങ്ങനെ വൈകുന്നവരെ കുറിച്ച് സുഹൃത്തുക്കളെ പിന്നെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയണം എന്നല്ല, മനസ്സിലാക്കാൻ വേണ്ടി കണ്ട് പറയാണ്. അപ്പൊ എന്താ, അവരിങ്ങനെ വൈകിക്കൊണ്ടിരിക്കും. ഹത്താ യുഅഖിറുഹുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ബാക്കിലോട്ട് ആക്കുന്നതാണ്. എല്ലാ നിലക്കും പിന്നെ ഒരു നന്മയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരണ്ട് പിന്നിൽക്കാക്കുന്നതാണ്. സഹോദരങ്ങളെ, എന്ത് നന്മ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സുണ്ട് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് പടച്ചോൻ തരൂല. അങ്ങനത്തെ ഒരു ഗതികേടിലേക്കാണ് പോകും. കാരണം ഇങ്ങനത്തെ ഒരു 30 മിനിറ്റ് ഇവിടെ വെച്ചിട്ട് വരണം എന്ന് പറഞ്ഞ പടച്ചോനാണ്.
അതെന്തിനാന്നുള്ളത് അതിന്റെ ഹിക്മത്ത് പടച്ചോർക്ക് അറിയാം. അത് നമ്മൾ അങ്ങനെ തന്നെ ബോധ്യപ്പെടണം. അത് എനിക്ക് ആ 30 മിനിറ്റ് കിട്ടണം. അത് നമ്മൾ ശരി നമ്മുടെ ഈമാനിനൊരു പോറലേൽക്കാതെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സാധനം വേണമെന്നാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണമെന്ന് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും അനുഷ്ഠാനവും പിന്നെ കർമ്മങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടോന്നല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുക. ഇത് പറയുമ്പോഴൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുക? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അതിപ്പോ അവനിക്കുള്ളതാണ്, അത് മറ്റോ തിരുത്തേണ്ടതാണ്, അത് അവള് തിരുത്തേണ്ടത്, അതൊന്നും നോക്കണ്ട. നമുക്കെന്ത് തിരുത്താണ്ട് നമ്മൾ ആലോചിക്കാം. നമുക്കെന്ത് തിരുത്താണ്ട് നമ്മൾ ആലോചിക്കാം. ആ പ്രാർത്ഥിച്ചു കണ്ട് വന്നു നോക്കി. നിങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു നോക്ക്. പടച്ചോനെ, ഇന്നത്തെ ഖുതുബയില് എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിൽ തട്ടുന്നതിൽ കിട്ടണേ പടച്ചോനെ. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഞാൻ എന്റെ പരലോക യാത്രയിൽ ഈ യാത്രക്കിടെ ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പ്രതിസന്ധിയാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു തൗഫീക്ക് എനിക്ക് നൽകണേ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് വരൂ സുഹൃത്തുക്കളെ. ഇത് പറയുന്ന ആളുകളും പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വരുമ്പോ പടച്ചോനെ നന്നായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകണേ. ആളുകളെ ഇത് പിന്നെ കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇതൊന്ന് പറയാനുള്ള ഒരു തോക്കത്തും തൗഫീക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഞാനും ആരാണോ ഈ കർമ്മം നിർവഹിക്കുന്ന ആള്, രണ്ടു കൂട്ടരും പ്രാർത്ഥിച്ച്, രണ്ടു കൂട്ടരും പ്രതീക്ഷിച്ച് ഒരു നന്മക്ക് വേണ്ടി ഇരു ടീമും കൈകോർത്തുകൊണ്ട് വന്നു നോക്കൂ. നിങ്ങൾ മാറും, നമ്മൾ സ്വർഗാവകാശിയാകുവാനുള്ള എല്ലാ തൗഫീഖും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകും. എന്നാൽ മനഃപൂർവ്വം ഒഴിവാക്കിയ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ജുമുഅകൾ ഒഴിവാക്കുന്ന ആളുകൾ ആ പരിപാടി അവസാനിപ്പിച്ചോളി എന്നാ പറഞ്ഞു. ആ പരിപാടി അവസാനിപ്പിച്ചോളി എന്നാണ്. എന്തേ? അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീല് വെച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഒന്നും പിന്നെ അശ്രദ്ധവാന്മാരിൽ അവർ പെട്ടുപോവുക തന്നെ ചെയ്യുന്നതാണ്. പിന്നെ അവർക്ക് ദുനിയാവേ ഉണ്ടാകുള്ളൂ, ദുനിയാവിന്റെ ചിന്തകളെ ഉണ്ടാകുള്ളൂ. പിന്നെ പരലോകോല അജണ്ട ആകൂല. അതും ഇങ്ങനെ കെട്ടിമറിഞ്ഞുള്ള സമയവും സമ്പത്തും സാഹചര്യങ്ങളും ഒക്കെ ദുനിയാവുമായിട്ട് കൊണ്ടേണ്ട് ഹോമിച്ച് പടച്ച റബ്ബ് ദുനിയാവിൽ കണക്കാക്കിയത് മാത്രം കൊടുക്കുള്ളൂ. അത് വേറെ വിഷയം. എന്നിട്ട് മലക്കുൽ മൗത്ത് സംഘണ്ട് വരുന്ന സമയത്ത് നിലവിളിക്കണ അവസ്ഥയ്ക്കണ്ട് എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. തെറ്റുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അത് തിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. ശരി, ഈ മഹത്തായ കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, തഹിയ്യത്ത് നിസ്കരിക്കാതെ ഒരാളും ഇരിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്ന് കണ്ടിരുന്നു. ഖുത്ബ നേരത്തെ കേൾക്കാൻ വേണ്ടി കണ്ടിരുന്നതാണ്. പ്രവാചകൻ എണീക്കാൻ വേണ്ടി പറഞ്ഞു, സൊല്ലി റകഅത്തെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം സ്വഫ് പൂർത്തിയാക്കാന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇഷ്ടമുള്ളടത്ത് പോയി ഇരിക്കലല്ല. എന്നാൽ അതിന്റെ സൗകര്യത്തിന് ഇപ്പൊ പ്രായമായ ആളുകൾക്ക് കസേര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രയാസമില്ല. ബാക്ക് പെയിനുള്ള ആളുകൾക്ക് ചാരിയിരിക്കാൻ നോ പ്രോബ്ലം, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ ഒന്നാമത്തെ സ്വഫും രണ്ടാം സ്വഫൊക്കെ ഉണ്ടായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിന്റെ മുമ്പിൽ ആദ്യം വരേണ്ട ആളുകൾക്ക് സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ പടച്ചോ നമ്മളെ പിറകോട്ടിലാക്കുമെന്നൊരു താക്കീത് നമ്മൾ ദയവീത് മനസ്സിലാക്കണം. കിബിലക്ക് അഭിമുഖമായിക്കൊണ്ടിരിക്കണം എന്നാണ്. സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നു. കിബിലക്ക് അഭിമുഖമായിക്കൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ പ്രശ്നമില്ലാഞ്ഞിട്ടും ചുമരും ചാരി പിന്നെ എതിർ പൊസിഷനിലേക്ക് ഇരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പറഞ്ഞു, ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ്. മിമ്പറമ്മ പിന്നെ ഖത്തീബ് വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞ് നമ്മുടെ വായന്റെ ഷട്ടർ അടയണം. പിന്നെ സലാം പോലും പറയാൻ പാടില്ലാന്ന്. സലാം പോലും പറയാൻ പാടില്ലാന്ന്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞ ടീമല്ലേ നമ്മളില്ലേ? ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ സംസാരിക്കാനാണ്. ഇതാ ഖുൽത ലിസ്വാഹിബിക അൻസിത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇതൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൽ-ഇമാം യഖ്തുബു യൗമൽ ജുമുഅ ഫഖദ് ലഗൗത. എന്താ പറഞ്ഞേ? നീ ലഗവ് കാണിച്ചു. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നിനക്ക് ജുമുഅന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെട്ടു. മിണ്ടാതിരിക്കൂ സുഹൃത്തേ എന്നൊന്ന് പറയണത് ഒരു നന്മയല്ലേ? അത് ഇത് തുടങ്ങിയാ പറ്റൂലാന്ന്. അത് തുടങ്ങിയാൻ പറ്റൂല. അപ്പൊ ചില ആളുകളെങ്കിലും വരുമ്പോ കൈ കൊടുക്കണ കാണാൻ പറ്റും. സലാം പറയുന്നു, അവരോട് ചിരിക്കുന്നു, കാര്യങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അറിയാത്തതുകൊണ്ടായിരിക്കും സുഹൃത്തുക്കളെ. തിരുത്തണമെന്നാ പറയാള്. ഇത് ബാക്കിയുള്ളൊരു സദസ്സ് പോലത്തെ ഏർപ്പാടേയല്ല. മറ്റൊരു വിജ്ഞാന സദസ്സിന് മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ വരുന്ന ഒരാൾക്ക് സലാം പറയാം, എന്തൊക്കെ കുട്ടിയെന്ന് വർത്താനങ്ങളൊക്കെ പറയാം അല്ലേ? ഇവിടെ അത് പറ്റൂല. സലാം പറയാൻ പാടില്ല. ഇനി ഒരു സാധു അറിയാതെ സലാം പറഞ്ഞിട്ട് മടക്കാൻ പോലും പാടില്ല എന്നാണ്. ഇത് തുടങ്ങിയ പിന്നെ ഇമാമിന്റെ സംസാരത്തെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. ആ ശ്രദ്ധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
ചില ആളുകൾ നേരത്തെ വന്ന് സൂറത്തുൽ കഹ്ഫൊക്കെ പാരായണം ചെയ്തില്ല, എല്ലാ എനർജിയൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉറക്കം തുടങ്ങിയിട്ടുണ്ടാവും. ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ലോ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ, ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യം. മിമ്പർ എന്നല്ലേ നമുക്ക് തിരുത്തപ്പെടുക. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് എന്താ അറിയോ, ഇത് ആ നിലക്ക് എടുക്കുക. നമുക്കിവിടെ കഷ്ടപ്പെട്ടു വന്ന് ഇത്രയും അധ്വാനിച്ചിട്ട് ഒരു ജുമയുടെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടാതെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമല്ലേ. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ നമ്മൾ ദയവ് ഇത് പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ചില ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഈ രണ്ടാമത്തെ റക്അത്തും കഴിഞ്ഞിട്ട്, അഥവാ പിന്നെ രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂഉം കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ടാവും. വൈകി വരുമ്പോ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. നല്ല ശ്രദ്ധിക്കണം. ഒരു റക്അത്തപ്പോൾ നമുക്ക് കിട്ടാറിയോ, ഇതാ അദറക റുക്കൂഅ ഫഖദ് അദറക റക്അ എന്ന് പറഞ്ഞു. റുക്കൂഉ കിട്ടുമ്പോഴേ ഒരു റക്അത്ത് കിട്ടുള്ളൂ. വമൻ അദറക റക്അ ഫഖദ് അദറക്കൽ ജമാഅ. എന്താ, ഒരു റക്അത്തെങ്കിലും ഫുള്ളായിട്ട് കിട്ടിയ ഒരാൾക്ക് ജമാഅത്ത് കിട്ടുള്ളൂ. അപ്പോ ഒരാള് പിന്നെ രണ്ടാമത്തെ റക്അത്തിലെ സുജൂദിൽ വന്നു, റുക്കൂ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ബാക്കി നിസ്കരിക്കുമ്പോൾ 2 അല്ല നിസ്കരിക്കണ്ടേ, അവൻ 4 റക്അത്ത് ളുഹറ നിസ്കരിക്കണ്ടേ. അവന്റെ അവസരം കഴിഞ്ഞു. പിന്നെ ജുമഅല്ല. ജുമ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കിട്ടണമെന്നാണ്. നിസ്കാരം കിട്ടണമെങ്കിൽ കേട്ടോ. ഖുത്ബ കേട്ട കൂലി ആയിരുന്നാലും കിട്ടൂല. കാരണം മലക്കുകൾ എഴുതി വെക്കുന്നതിന് മുമ്പ് വന്നിട്ടില്ല, അതിന് അതൊന്നും കിട്ടൂല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി സുഹൃത്തുക്കൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഈ പെരുന്നാളിനെ അത് സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ആസ്വദിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസത്തിൽ നമുക്ക് സെറ്റ് ചെയ്തു തന്നിട്ടുള്ള സുബഹി മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള നന്മകൾക്കുള്ള അവസരത്തെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഖുത്ബ അതാദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ എന്തൊക്കെയാണോ തടസ്സങ്ങൾ, ആ തടസ്സത്തെ മാറ്റിവെച്ചേ പറ്റൂ. അത് മാറ്റിവെക്കാൻ പരിശ്രമിക്കാത്തവരൊക്കെയും സുഹൃത്തുക്കളെ വല്ലാത്ത ഹതഭാഗ്യന്മാരാകും. അത് വന്നിട്ടും വരാത്തവന്റെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഇത്രയും കാലൊക്കെ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട്, പടച്ചോൻ പുറത്തു തരുന്ന റബ്ബേ. ഒന്നാതിന് പരിഹാരം. രണ്ടെന്താ, ഇനിയുള്ള ജുമാഅകൾ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് എനിക്ക് നീ നൽകണേ. അതിന്റെ മുൻപിൽ പ്രതിസന്ധി ആയിക്കൊണ്ട് വരുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ച നമ്മൾ വേനലവധിയിലാണുള്ളത്. നമ്മളുടെ മക്കളോടുള്ള നമ്മുടെ ബാധ്യതയുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മക്കൾക്ക് ഈ ഒരു സമയത്ത് പിന്നെ റഹ്മാനായ റബ്ബിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും അവർക്ക് ചുറ്റുമുള്ള ഫിത്നകളെ കുറിച്ചൊരു കാഴ്ചപ്പാട് നൽകുക എന്ന അർത്ഥത്തിൽ നമ്മുടെ മണ്ഡലം തലങ്ങളിലൊക്കെ നമ്മൾ സമ്മറൈസ് മോറൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പദ്ധതി നമ്മൾ രൂപീകരിച്ചത്, അതിന്റെ പോസ്റ്ററുകൾ മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മുസ്ലിം ഹൈസ്കൂളിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 11 മുതൽ നാളെ മുതൽ 14 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഹൈസ്കൂൾ മുതൽ അങ്ങോട്ട് ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോറൽ സ്കൂൾ, അവർക്കൊരു ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള മക്കളെ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സ്വതക്ക അതിന്റെ ഒരു സുഖമായ നടത്തിപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് മാറ്റിവെക്കുന്നത്. പുറത്തൊരു ചെറിയൊരു കളക്ഷൻ നമ്മൾ അതിനു വേണ്ടി എടുക്കുകയാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകൾക്ക് സുഹൃത്തുക്കളെ ഇൻഷാ അല്ലാഹ് റമദാനിലൊക്കെ നമ്മൾ ധാരാളക്കണക്കിന് സ്വതക്ക കൊടുത്ത ആളുകളാണ്. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് സ്വതക്ക കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അതിന് ആ നിലയ്ക്ക് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ അതിലൊന്ന് പിന്നെ നിങ്ങളുടേതായ ഒരു പങ്ക് എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിരുന്നാലും അൽഹംദുലില്ലാ റഹ്മാനായ റബ്ബ് കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്താനും അറിയാത്തവർക്കൊക്കെ അത് പകർന്നു കൊടുക്കാനുള്ള വലിയ തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും ഈ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനും ഈമാൻ കിട്ടി മരിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ട് ചെറുതും വലുതുമായ തെറ്റുകൾ കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും മറ്റു മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ വിജ്ഞാനത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്കിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വിശ്വാസിയായതിന്റെ പേരിൽ മാത്രം പീഡിക്കപ്പെടുന്ന ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാവർക്കും നീ ആശ്വാസത്തെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.